ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000156 8008000120. അനങ്ങാതെ മര്യാദക്ക് കിടന്നോ പതുപ്പേ, ഇല്ല ഞാൻ തല്ലി ശരിയാക്കും. മോളിത് ആരോടാ വർത്താനം പറയുന്നേ? ഓ, ഈ വഴക്കാളി പൊതുപ്പ് അടങ്ങി കിടക്കുന്നില്ല അച്ഛേ. മോളിങ്ങി വന്നേ. എന്നാത്തിനാ? ഞാൻ ഉറങ്ങട്ടെ. മോളിന്ന് അച്ഛയുടെയും അമ്മയുടെയും കൂടെ കിടന്നുറങ്ങിയാ മതി. എന്താ? എന്താണെന്നറിയില്ല, അച്ഛയ്ക്ക് ഭയങ്കര പേടി. പാതിരാക്കാവിലെ യക്ഷി വരുമോന്ന്. എന്റെ മോള് കൂടെ ഉണ്ടെങ്കിലേ അച്ഛയ്ക്ക് പേടിക്കണ്ടല്ലോ. അയ്യോ, അച്ഛക്ക് പേടിയാണേലും ഞാൻ വരാം. അച്ഛയെ യക്ഷി പിടിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. മിടുക്കി. ഇപ്പൊ പോമേ, കിങ്ങിനെ എടുത്തോണ്ട് പോമേ. വാ മോളെ. അച്ഛയുടെ മോക്ക് അത്രക്ക് ഇഷ്ടമാണോ അച്ഛേ? എത്ര ഇഷ്ടം? ഇത്രേ ഇഷ്ടം. വലിയൊരു ആനയുടെ അത്രേ ഇഷ്ടം. ആനയുടെ അത്ര ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അച്ഛയാ. അതെന്താ പിന്നെ? അച്ഛ എന്നെ വഴക്ക് പറയത്തില്ല. പുത്തൻ ഉടുപ്പായി വാങ്ങിച്ചു തരും, കടല മുട്ടായി വാങ്ങിച്ചു തരും. എന്റെ പൊന്ന അച്ഛൻ കൊമ്പത്ത്, അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, അച്ഛൻ കൊമ്പത്ത്. എന്താ അച്ഛയും മോളും കൂടി കിണ്ണാണ്? നീ കുശുമ്പ് കുത്തിയിട്ടൊന്നും കാര്യമില്ല ശാരദേ. എന്റെ കൊച്ചു പറയുമായിരുന്നു അവക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന്. ഇത്രയും വലിയ ഇഷ്ടം. അപ്പൊ എന്നോടോ? അമ്മേ ഇഷ്ടാ. ഒരു കുഞ്ഞാനയുടെ അത്രേ. മോളെ, അതെ, പാതിരാക്കാവിലെ യശി വന്നാലേ ഞാൻ നല്ല മിടുക്കി കുട്ടിയാ, വഴക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞേക്കണേ. എന്താ ചോട്ട ഒരു വല്ലായിക പോലെ? ഏയ് ഒന്നുമില്ലടി, ഓരോന്ന് ഓർക്കുകയായിരുന്നു. അങ്ങനെ ബാലനും രവിക്കും ജീവിതമായി. പക്ഷെ നമ്മുടെ മോള്, ഞാനുള്ളപ്പോൾ നമ്മുടെ കൊച്ചിന് ഒരു കുറവും വരത്തില്ല. പക്ഷേ നിൽക്കുന്ന നിൽപ്പിൽ ഞാനങ്ങില്ലാതായാൽ നിനക്കും ഒന്നും അറിയാത്ത കൊച്ചിന് ആരുണ്ടടി? എന്താ ചോട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തിനാവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നേ? ചിന്തിക്കണമല്ലോ. ഇത്രയും നാൾ ചിന്തിക്കാത്തതൊക്കെ ഇനി ചിന്തിച്ചേ പറ്റൂ. എന്തോ അച്ചോട്ടന്റെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. എന്നോട് പറ, എന്താ കാര്യം? ഒന്നുമില്ലടി, നാളെ ബാലനും രവിക്കും ഇവിടെ ഒരു ബാധ്യതയാവില്ലേ? അതോർത്തപ്പോ. ഒരിക്കലും ഇല്ല. ബാലനും രവിക്കും കുട്ടിമണി കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എന്തും. അതിപ്പോ ഞാൻ നാളത്തെ കാര്യമാ പറയുന്നത്. അവർക്ക് പൊന്നെ പൊടിയെന്ന് വിളിക്കാനും ഓമനിക്കാനും അവർക്ക് സ്വന്തം മക്കൾ കാണില്ലേ? സ്വന്തം കുഞ്ഞുങ്ങളെക്കാൾ വലുതല്ലടി ഈ ലോകത്ത് ആർക്കും ഒരു രക്തബന്ധവും. അയ്യോ, അപ്പൊ നമ്മുടെ മോള്? നിന്റെ ഉള്ളിലെ ഈ ചോദ്യം ശാരദ എന്റെ നെഞ്ചിലെത്തി. അച്ചോട്ടനെ ഇങ്ങനെ സങ്കടപ്പെടാതെ.